രാജ്യസഭയിൽ ഈ എ.ഐ.ഡി.എം.കെ എം.പി എം. തമ്പിദുരൈയുടെ വായിൽ നിന്ന് നല്ല രീതിയിൽ സ്വന്തം അമ്മയ്ക്ക് തന്നെ ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണല്ലോ ജോൺ ബ്രിട്ടാസ്. ഉം. എന്താണ് സഭയിൽ നടന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷ എ.ഐ.ഡി.എം.കെ ശക്തമായി എതിർക്കുന്നുവെന്നും 2017 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ തങ്ങൾ എതിർത്തിരുന്നുവെന്നൊക്കെ തമ്പിദുരൈ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ആ ഒരു സമയത്താണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടത്തിയ ചില ഇടപെടലുകളെക്കുറിച്ചും തമ്പിദുരൈ പരാമർശിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഇവരെ അമ്മയെന്നാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അമ്മ ഉം. അമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് ബ്രിട്ടാസിനൊരു സംശയം ഏതമ്മയാണെന്ന്. ഉം. അപ്പോഴാണ് ഉം. ഈ തമ്പിദുരൈ പറയുന്നത് യുവർ അമ്മ എന്ന്. ഇതാണ് ഈ ഒരു ഉം. വീഡിയോ ആണ് ഇപ്പോൾ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി ഉം. ബ്രിട്ടാസിന്? Review petition and respect the earlier judgment striking down Nick. Sir, the review petition, your Amma, the review petition that kept this examination alive in the അല്ല, അത് ഈ പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ ജനങ്ങളോടൊക്കെയുള്ള, അതായത് ഈ ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ജയന്റും താനാണ് എന്ന് ജോൺ ബ്രിട്ടാസിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ഈ ലോക്സഭയിലും രാജ്യസഭയിലുള്ള അംഗങ്ങളൊക്കെ വെറും വിഡ്ഢികളാണെന്നായിരിക്കും അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. തമ്പിദുരൈ മുൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്, AIADMKയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ്, മുൻ സംസ്ഥാന മന്ത്രിയാണത് തമിഴ്നാട്ടില്. ജയലളിത മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു നല്ല അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിദഗ്ധനുമാണ്. അദ്ദേഹം ഈ നീറ്റ് ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. തമിഴ്നാട്ടില് നീറ്റ് പരീക്ഷ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്താൻ പറ്റില്ല എന്ന് ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയിരുന്നു. ജയലളിതയ്ക്ക് നീറ്റ് പരീക്ഷയോടുള്ള എതിർപ്പ് ആദ്യമേ തൊട്ട് പ്രസിദ്ധമാണ്. അപ്പൊ ഈ നീറ്റ് പരീക്ഷ നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് DMK അംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അന്ന് DMK മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ അംഗവും UPAയുടെ പ്രധാന കോൺസ്റ്റിറ്റ്യൂന്റുമായിരുന്നു. അന്നൊന്നും DMKക്ക് ഈ നീറ്റിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായില്ല. ജയലളിത അന്ന് തൊട്ട് പറയായിരുന്നു തമിഴ്നാട്ടിലെ നീറ്റ് സംവിധാനം വിജയിക്കില്ല, കാരണം ഈ സിലബസ് അതിന്റെ നിലവാരം തമിഴ്നാട്ടിലെ നിലവാരം മറ്റ് ദേശീയ നിലവാരത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പൊ ഇവിടെ തമിഴ്നാട്ടിലെ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന ആ കുട്ടികൾ അത്രയ്ക്ക് അധികം ഒന്നും പഠിക്കാറില്ല. അപ്പൊ അവർക്ക് ഈ നീറ്റ് പരീക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണം. തമിഴ്നാടിന് മാത്രമായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് പോളിസി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിലേക്ക്, മെഡിക്കൽ കോളേജിലെയും ഡെന്റൽ കോളേജിലെയും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിലേക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യാൻ തമിഴ്നാട്ടിന് മാത്രമായിട്ട് സംവിധാനം വേണം എന്നാണ് ജയലളിത പറഞ്ഞിരുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് ജയലളിതയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. വേണ്ടി വന്നാൽ തമിഴ്നാടിന് 1-2 വർഷത്തെ എക്സംഷൻ കൊടുക്കാൻ വരെ അവര് തയ്യാറായിരുന്നു. അവർ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമ രൂപീകരണത്തിനൊക്കെ തയ്യാറായിരുന്നു. ആ സമയത്താണ് ജയലളിത മരിക്കുന്നത്. ജയലളിത 2016 മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ DMK പിന്നെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ BJP ഗവൺമെന്റിന് DMKനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, DMKയുടെ പോളിസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവര് ശ്രദ്ധിച്ചില്ല അത്. അപ്പൊ ജയലളിത ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിലെ കേസ് കൊടുത്തതും പ്രധാനമന്ത്രിക്ക് അപേക്ഷ നൽകിയതും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് തമ്പിദുരൈ പാർലമെന്റില് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത്. അതായത് രാജ്യസഭയിൽ മറ്റേ നീറ്റ് ബില്ലിനെ കുറിച്ച് ഇപ്പൊ ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ, നീറ്റ് എങ്ങനെ ഫൂൾ പ്രൂഫ് മെക്കാനിസം എങ്ങനെ ആക്കാം, പരീക്ഷാ പേപ്പർ ചോരാതിരിക്കുക, അതേപോലെ ബന്ധപ്പെട്ട ആൾക്കാരെ എങ്ങനെ അവരെ ഉത്തരവാദിപ്പെടുത്തി ആരെയൊക്കെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാം, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ചൊരു ബില്ല് വന്നിട്ടുണ്ട്. ആ ബില്ലിന് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടായിരുന്നു തമ്പിദുരൈ പ്രസംഗിച്ചത്. തമ്പിദുരൈ പറഞ്ഞു ഞങ്ങള് നീറ്റിന് എതിരാണ്, ഇപ്പോഴും എതിരാണെന്ന് തന്നെയാണ് പറഞ്ഞത്.
അത് അപ്പൊ അവര് തമിഴ്നാട്ടിലെ AIADMK അംഗങ്ങൾ സംസാരിക്കുമ്പോൾ ജയലളിതനെ ഒരിക്കലും പേരെടുത്ത് വിളിക്കാറില്ല. അവര് അതെ. അമ്മ എന്നാണ് പറയുക. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജയലളിതനെ അമ്മ എന്നാണ് വിളിക്കുന്നത്, ജയലളിത എന്ന് വിളിക്കാറില്ല. പലവട്ടം തമിഴ്നാട്ടിലെ ഉം, ഉം, നരേന്ദ്രമോദി പോയപ്പോ പ്രസംഗിച്ചപ്പോഴൊക്കെ ഐ ഓൾവേസ് റിമെമ്പർ അമ്മ എന്നാണ് പറയാറുള്ളത്. ഒരു ബഹുമാനത്തോടു കൂടിയാണ് പറയാറുള്ളത്. കാരണം ജയലളിതയെക്കാളും പ്രായം കുറവാണ് നരേന്ദ്രമോദിക്ക്. അത് മാത്രമല്ല, അവര് തമ്മിലുള്ള ഒരു വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള സൗഹൃദം അല്ല, വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ജയലളിതയുടെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ജയലളിതയെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത്. ഉം. അപ്പോ അദ്ദേഹം അവരെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് പാർലമെന്റിലുള്ള എല്ലാവർക്കും അറിയാം, രാജ്യസഭയിലും ലോക്സഭയിലുള്ള എല്ലാവർക്കും അറിയാം. തമ്പിതരെ പ്രസംഗിക്കുമ്പോ അമ്മ എന്ന് പറഞ്ഞ ജയലളിതയാണെന്ന്. പിന്നെ അതിനെപ്പറ്റി അത് ആരാണെന്ന് അറിയില്ല എന്ന് സ്വയം നടിക്കുന്നവര്, ഉറക്കം നടിച്ചു കിടക്കുന്ന ആൾക്കാരാണ്. അവരെ ഉണർത്താനായിട്ട് വേറെ മാർഗമല്ല. പിന്നെ ഇതുപോലുള്ള ചില പിൻബ്രേക്സ് കിട്ടുമ്പോഴേ അവര് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ അദ്ദേഹം തമ്പിതരി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹം ഈ നമ്മുടെ ബ്രിട്ടാസ് അവർകള്, സഖാവ് ബ്രിട്ടാസ്, ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ബ്രിട്ടാസ്, ഏതമ്മ വിച്ച് മദർ എന്ന് ചോദിച്ചു. 1-2 തവണയൊക്കെ തമ്പിതര അത് ഇഗ്നോർ ചെയ്തു. 3-ാമത്തെ തവണ പറഞ്ഞു നിന്റെ അമ്മയാന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ അവിടെ ഒതുങ്ങി, പിന്നെ മിണ്ടിയിട്ടില്ല. ഈ കേരളത്തിൽ നിന്ന് പോണ ഒരു രാജ്യസഭാ അംഗം പാലിക്കേണ്ടതായിട്ടുള്ള ചില നടപടികളുണ്ട്. പൊതുവെ ഒരു വലിയ പ്രബുദ്ധ കേരളം എന്നാണല്ലോ പറയണേ. പിന്നെ ബ്രിട്ടാസ് ആണെങ്കിൽ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ബുദ്ധിജീവി. രാജ്യസഭയിലേക്ക് മാത്രമേ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇലക്ഷന് നിന്നാൽ പൊട്ടിപ്പോകും. 8 തട്ടി പൊട്ടിപ്പോകും ഇലക്ഷൻ നിന്നിട്ടുണ്ട്. നാട്ടുകാർ 16ന്റെ പണി കൊടുക്കും. 8ന്റെ പണിയല്ല, 16ന്റെ പണി കൊടുക്കും. അപ്പൊ ഈ മാനേജ്മെന്റ് കോട്ടയിലാണ് അദ്ദേഹം കയറുള്ളൂ രാജ്യസഭയിൽ, മറ്റേ പാർലമെന്റിലേക്ക്. അവിടെ കയറി കഴിഞ്ഞാൽ സ്വന്തം വന്ന വഴി മറക്കാതിരിക്കുക. അത് മറക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള തട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണം. അപ്പൊ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അയാൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഈ ബ്രിട്ടാസ് ചെയ്തത്. അയാൾക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതമ്മ എന്നൊക്കെ. അത് ആരെയും ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മറുപടി കിട്ടും. ഇനിയിപ്പോ നാട്ടുകാർ മുഴുവൻ അയാളെ കാണുമ്പോ ആളുടെ അമ്മയ്ക്ക് വിളിക്കും. സത്യം പറഞ്ഞാൽ അതാണ് ഉണ്ടാവാൻ പോണ. ഈസ് എ യൂസ്ലെസ് ക്യാരക്ടർ. ഈ വൻ നാട്യം അഭിനയിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അയാള്. പിന്നെ കുറച്ച് ക്രിസ്ത്യൻ സ്പിരിറ്റ്, കുറച്ചല്ല, നല്ല ക്രൈസ്തവ സ്പിരിറ്റ് ഉണ്ട്. ഈസ് എ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ്. പള്ളിയിൽ അയാളും പിന്നെ ബേബിയും പിന്നെ തോമസ് ഐസക്കും കൂടിയല്ലേ നമ്മുടെ വിജയനെ കുളിപ്പിച്ച് കിടത്തിയേക്കണേ ഇപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പറഞ്ഞ പോലെ കൊടുത്താൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും വെച്ച് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഈ പറയണ വിവരമൊന്നുമില്ല. ദേശാഭിമാനിന്റെ ഒരു റിപ്പോർട്ടറായിരുന്നു അയാള്. പിന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടതായത് കാരണം അവന് പ്രിഫറൻസ് കിട്ടി എല്ലാ പൊസിഷനിലും വരാനായിട്ട്. വിവരമൊന്നുമില്ല. എല്ലാരും ഇങ്ങനെ എടാ പോടാന്നൊക്കെ വിളിക്കും. അതൊക്കെ ഭയങ്കര ബോറാണ് ആൾക്കാർക്ക്. ഇയാളുടെ വിചാരം ഇയാള് മറ്റേ നായനാർക്ക് പിണറായി വിജയനിലുണ്ടായ പുത്രനാണെന്നാണ് അയാളുടെ ധാരണ. നോൺസെൻസ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായും. എന്തായാലും ബ്രിട്ടാസിന് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ആദ്യം നടൻ വിനായകൻ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ വല്ല പണിക്ക് പോയിക്കൂടെ, എന്തിനാണ് ഇത്തരത്തിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്, അത്തരത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോ രാജ്യസഭയിലെ വിനായകന്റെ വായിലനാക്കും കേട്ടോ. അത് അതെ കൊള്ളാം. അതും അപ്പൊ പിന്നെ കേട്ടിരുന്നു. അതൊരു ക്രെഡിറ്റ് ആണല്ലോ. വിനായകൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിനായകൻ അംഗീകരിച്ചിരിക്കണം ഇയാള് വലിയ നേതാവാണെന്ന്. അതുകൊണ്ടാണ് വിനായകൻ അയാളെ ചീത്ത പറഞ്ഞത്. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.